നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ കൈയയച്ചുള്ള സാമ്പത്തിക പാക്കേജാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള കേന്ദ്ര സംഘത്തിന്റെ ഇന്നത്തെ വരവ് ദുരന്തത്തെക്കുറിച്ച് പ്രാഥമിക കാര്യങ്ങൾ പഠിക്കാനായിരുന്നു. കാര്യങ്ങൾ കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്തിയെന്ന് മന്ത്രിസഭാ ഉപസമിതി. ദുരന്തത്തിന്റെ 11ാം നാൾ ജനകീയ തെരച്ചിലിലൂടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. സമാനതകളില്ലാത്ത വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറാകില്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംസാദ് മരക്കാർ, അദ്ദേഹം കോൺഗ്രസ് നേതാവ് കൂടിയാണ്. വലയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കബീൽ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ശ്രീ ഷംസാദ് മരക്കാർ, എത്രമാത്രം പ്രതീക്ഷയുണ്ട് വയനാട്ടിൽ ഈ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക പാക്കേജ് കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിയുമെന്നതിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നാളെ വയനാട് സന്ദർശിക്കാനിരിക്കെ? പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുകയും വയനാട്ടിലെ യഥാർത്ഥമായ ഒരു ചിത്രം, നേർചിത്രം അദ്ദേഹത്തിന് തന്നെ നേരിട്ട് കാണാൻ കഴിയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. കേരളത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ഇന്ത്യയിൽ തന്നെ സമീപഭാവിയിലുണ്ടായ ദുരന്തങ്ങളിൽ ഇത്രയും കൂടുതൽ ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകളെ നേരിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തൊരു ദുരന്തമാണ്. കാരണം 2-3 വാർഡുകൾ, മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലെ മുഴുവൻ ജനങ്ങളെയും ഇനി എങ്ങനെ അവിടെ നമ്മൾ താമസിപ്പിക്കും എന്നുള്ളതും അവർക്ക് എങ്ങനെ അവിടെ ഉപജീവനം നടത്താൻ എന്നുള്ളതുമാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കഴിയുമ്പോൾ വയനാടിന് ആവശ്യമുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ ഡിസാസ്റ്റർ നിയമപ്രകാരം ദേശീയ ദുരന്തം എന്നതിന് ഒരു പേരിലൊരു മാറ്റമുണ്ടാവുകയും നമ്മളത് സിവിയർ നാച്ചുറൽ കലാമിറ്റി എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വരികയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് കേന്ദ്ര സംഘത്തോട്, ഇന്ന് വന്ന ഉദ്യോഗസ്ഥതല കേന്ദ്ര സംഘവുമായി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ എല്ലാവരും ഒരുമിച്ച്, അതായത് രാഷ്ട്രീയ ഭേദമന്യേ മന്ത്രിമാരും MLA-മാരും ജില്ലാ ഭരണകൂടവും ഒക്കെ നമ്മൾ കൃത്യമായി എങ്ങനെയായിരുന്നു മുണ്ടക്കൈ ഉണ്ടായിരുന്നത് എന്നും ഇപ്പോൾ എങ്ങനെയാണ് മുണ്ടക്കൈ ഉള്ളത് എന്നുമുള്ള ബിഫോർ ആഫ്റ്റർ ചിത്രങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവിടെ നഷ്ടത്തിൻ്റെ വ്യാപ്തി അവരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി. നമ്മൾ എല്ലാ തരത്തിലും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീടുകളുടെ നഷ്ടം മാത്രമല്ല, വീടുകളും പാലങ്ങളും സ്കൂളുകളും അംഗനവാടികളും ആശുപത്രികളും ഒക്കെ നഷ്ടമാണ്. അതിനോടൊപ്പം അവിടുത്തെ ജനങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കൃഷിയിടം നഷ്ടപ്പെട്ടു, അവരുടെ വരുമാന മാർഗം നഷ്ടപ്പെട്ടു, ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിനേക്കാളൊക്കെ ഉപരി ആ 3 വാർഡിലെ ആളുകൾക്ക് ഇനി അവിടെ ജീവിക്കണമെങ്കിൽ ഉള്ള ഒരു സാഹചര്യത്തെ കൂടി ബോധ്യപ്പെടുത്തി. അതവർക്ക് പൂർണ്ണമായി അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അവരുമായുള്ളൊരു ഇൻട്രാക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ലോസും നമുക്ക് കിട്ടേണ്ട സപ്പോർട്ടും L3 കാറ്റഗറിയിലേക്ക് ഈ ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ള നമ്മളുടെ ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ആ നിർദ്ദേശം നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു അനുകൂലമായ പരിഗണന ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി പൂർത്തിയാകുമ്പോൾ. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തങ്ങുന്നുണ്ടല്ലോ. ഇന്ന് കേന്ദ്ര സംഘവുമായി മന്ത്രിസഭാ ഉപസമിതിയും ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ, അതായത് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ കേന്ദ്രത്തിൽ നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് പാർലമെന്റിൽ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ, ഇത് നിരാശയുണ്ടാക്കുന്ന കാര്യമാണോ? കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്താണ് വയനാട്ടിലെ കോൺഗ്രസിന് പറയുവാനുള്ളത്? അല്ല, കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവനയാണ്. ആളുകളുടെ കയ്യേറ്റവും കോറിയിങ്ങുമായൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം അതിലൊരു പ്രസ്താവന നടത്തിയത്. ആ ഒരു കാര്യം പോലും നമ്മളിന്ന് ഈ ദേശീയ സമിതിയോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ മേപ്പാടി പഞ്ചായത്തിലാണ് ഈ ദുരന്തമുണ്ടായത്. മേപ്പാടി പഞ്ചായത്തിൽ ഒരു കോറി പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മേപ്പാടി പഞ്ചായത്തിൽ. അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി ഉണ്ടായതാവാം. പക്ഷേ അവിടെ ആളുകളുടെ കയ്യേറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഫോറസ്റ്റ് ഭൂമിയിലാണ്. അവിടെ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒന്നുമില്ലാത്ത
ഒരു പ്രദേശത്ത് നിന്ന് അത് നമ്മൾ എല്ലാ തെളിവും, അതായത് നമ്മളുടെ വീഡിയോയും നമ്മളുടെ ഫോട്ടോയും നമ്മൾ ഡ്രോൺ വിഷ്വലും അടക്കം എനിക്ക് തോന്നുന്നത് വന്നവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം ആ ഉരുൾപൊട്ടൽ തുടങ്ങി കുറേ ദൂരം പിന്നിട്ടതിന് ശേഷമാണ് മനുഷ്യവാസമെങ്കിലും തുടങ്ങുന്നത് പുഞ്ചിരിമട്ടത്തിൻ്റെ അവിടെ. അപ്പോൾ അത് കേരളത്തെക്കുറിച്ചുള്ളൊരു ധാരണയും പ്രത്യേകിച്ച് ഈ ഒരു കലാമിറ്റി നടന്ന പ്രദേശത്തെക്കുറിച്ചും കേന്ദ്രമന്ത്രിക്ക് ധാരണയില്ലാത്തതാണ്. കാരണം അദ്ദേഹം ആ പറഞ്ഞതിനെ അന്ന് തന്നെ എതിർത്തുകൊണ്ട് ആളുകൾ ഉണ്ടായി എന്നുള്ളത്. കോറിയിങ് പ്രവർത്തനം പശ്ചിമഘട്ടത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടാവാം, ഇല്ല എന്നുള്ള വാദമൊന്നും. പക്ഷേ ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ കാരണം കോറിയിങ് അല്ല. കാരണം ഈ പഞ്ചായത്തിൽ തന്നെ ഒരു കോറിക്ക് പോലും അനുമതിയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായി ഇന്ന് വന്ന സമിതിയെയും നമ്മൾ ബോധ്യപ്പെടുത്തി. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അതിലെ വിഷ്വലും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഉരുൾപൊട്ടൽ ആരംഭിച്ചത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തി. അവിടെ അനധികൃത കെട്ടിട നിർമ്മാണം, ആളുകൾ വീട് വെക്കുക, അങ്ങനത്തെ ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഷംസാദ് മരിക്ക, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പക്ഷേ ഈ കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ട് എന്നുള്ളത് വളരെ നിർണായകമാകും. കേന്ദ്ര സംഘത്തിന് പക്ഷേ എല്ലാ തലത്തിലുമുള്ള ഒരു പഠനം സാധ്യമായിട്ടില്ലല്ലോ. ഒരു പ്രാഥമികമായ ഒരു പഠനം മാത്രമാണ്. പക്ഷേ കേരളം ആവശ്യപ്പെടുന്നത് വലിയൊരു പാക്കേജാണ്. ഏകദേശം 2000 കോടിയോളം രൂപയുടെ അല്ലേ വലിയൊരു പാക്കേജാണ് തുടക്കത്തിൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് മാത്രമുള്ള ഈ പഠനം, അതിലേക്ക് അങ്ങനെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ കണ്ടെത്തലുകൾ നടത്തുവാൻ കേന്ദ്ര സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് തുടർ പഠനങ്ങളിലൂടെയല്ലേ സാധിക്കുകയുള്ളൂ? തീർച്ചയായും നമ്മൾ 2000 കോടി രൂപയുടെ നമ്മളുടെ പാക്കേജാണ് അവർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. അത് അവർ കലക്ട്രേറ്റിൽ നടന്ന മീറ്റിങ്ങിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യും. അവർ ഹെലികോപ്റ്റർ സഹായത്തോടു കൂടി ഏരിയൽ സർവേ നടത്തുകയും അതിനുശേഷം അവർ നേരിട്ട് സ്ഥലത്ത് പോവുകയും ചെയ്തു. ഈ ഒരു കലാമിറ്റിയുടെ വ്യാപ്തി അവർക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പല കാറ്റഗറിയിലാണ് നമ്മൾ നഷ്ടം പറഞ്ഞത്. നമ്മൾ നഷ്ടം പറഞ്ഞത് വീടുകളുടെ പുനരുദ്ധാരണം മാത്രമല്ല, വീടുകളുണ്ട്, സ്കൂളുകളുണ്ട്, അതിനോടൊപ്പം പൊതു ഇടങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഉള്ള ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് അവിടെ ഉള്ള മുഴുവൻ ഒരു നേരിട്ട് അഫക്റ്റ് ചെയ്ത ഒരു 2000-2500 ആളുകളുടെ ഉപജീവനം തകർന്നിരിക്കുകയാണ്. ആ ആളുകളെ നമുക്ക് ഇനി തിരിച്ചു കൊണ്ടുവരണം. അതിനേക്കാൾ ഒരു ബുദ്ധിമുട്ട് ഏതൊരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ആ പ്ലേസിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് തിരിച്ചു പോകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുണ്ടക്കൈക്കാരെയും ചൂരൽമലക്കാരെയും സംബന്ധിച്ചിടത്തോളം ഇനി ഞങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷനാണ് ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടത്. കാരണം അവർക്ക് ആ വിഷ്വലി ഞങ്ങൾ കാണിച്ചത് അത് തന്നെയാണ്. കാരണം നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്കൊരു വീട് വെക്കാം, പക്ഷേ അവിടെ പോയി വെക്കാൻ കഴിയില്ല. അവിടെ പോയി വെക്കാൻ കഴിയില്ല, ആ സ്ഥലം ഇനി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നിലവിലുള്ള വീട്ടിൽ തന്നെ താമസിക്കുന്നത് എത്രത്തോളം സങ്കീർണമാണ് എന്നുള്ളതൊരു പഠനം കൂടി നടക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം. അത് കേവലം ഒരു പറിച്ചു നടൽ 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൊടുക്കുക എന്നല്ല. അവർക്ക് ഒരു 10-15 സെൻറ്റ് സ്ഥലവും വീടും അവരുടെ ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ അവർക്ക് വലിയ കാര്യം വേണം. അതേപോലെ ഈ പ്രദേശത്തെ ആളുകളുടെ ബാങ്കുകളിലും മറ്റുമുള്ള വായ്പയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അതും ഈ കേന്ദ്ര സംഘത്തിൻ്റെ കൺസിഡറേഷൻ്റെ ഭാഗമാവണം എന്ന് പറഞ്ഞു. ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ വായ്പ എടുത്ത ആളുകളാണ്. ആ പ്രദേശത്തെ ആളുകൾ വീട് വെച്ചതും ചെറിയ ഓട്ടോറിക്ഷ വാങ്ങിയതും ചായക്കട നടത്തിയ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അതിലുള്ളൊരു കൺസിഡറേഷൻ നമുക്ക് അതിൽ വേണമെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ പാക്കേജായി അവതരിപ്പിക്കുന്നത് ഒരിക്കലും വലിയ തുക കാണിച്ചുകൊണ്ട് കുറച്ച് തുക കിട്ടാൻ വേണ്ടിയല്ല. നമ്മൾ ആക്ച്വലി നമ്മളവിടെ എന്താണോ നടന്നത് അത് അവർക്ക് കൃത്യം ഒരൊറ്റ കണക്കുകൾ മഞ്ജുഷ്, ഒരു ഇപ്പോഴും 4600 ആളുകൾ ക്യാമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് അവർക്ക് മനസ്സിലാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം 4600 എന്ന് പറഞ്ഞാൽ 9, 10 ആ വാർഡുകളിലെ മുഴുവൻ ജനങ്ങൾ, ഏകദേശം 90% ജനങ്ങളും ഇന്ന് ക്യാമ്പിലാണ്. ഇന്നല്ല, അവർ 10-11 ദിവസമായി ക്യാമ്പിലാണ്. ഇനിയൊരു 10-15 ദിവസം ഇനിയും അവർ ക്യാമ്പിൽ നിൽക്കണം. അപ്പം അത്രയും ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് നമ്മൾ നിർത്തി. അവരെ ഇനി നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയേ തീരൂ. അത് അവരെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയുമാണ് ഇന്ന് ചെയ്തത്. ശരി, ശ്രീ ഷംസാദ് മരക്കാർ. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഇതിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസം കാണുന്നില്ല. കാരണം ഇവിടെ UDF പൂർണ്ണ സപ്പോർട്ട് നൽകുന്നുണ്ട്.
സർക്കാരിന് പ്രതിപക്ഷം പൂർണ്ണ സപ്പോർട്ടാണ് നൽകുന്നത്. അതിന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ വാക്കുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഈ കേന്ദ്രം ദേശീയ ദുരന്തമായിട്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അതിന് ശരിയാണ്, ഒരു മാനദണ്ഡം ദേശീയ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ഇല്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഏറ്റവും കൈയച്ചുള്ള സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കുകയാണ് കേരളം. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് മാത്രമല്ല, അങ്ങനെ കിട്ടുവാൻ അർഹതയും കേരളത്തിനുണ്ടല്ലോ ഈ വലിയൊരു ദുരന്തത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി. സംശയം എന്താ അക്കാര്യത്തിൽ ആർക്കും അതിൻ്റെ അത് തർക്കമുള്ളത് മഞ്ജുഷേ? ഇവിടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണിത്. ഇത്രയും ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും എത്രയോ ആൾക്കാരെ കാണാനുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങൾ അവരുടെ വീടും സർവ്വതും സ്വത്തും നഷ്ടപ്പെട്ടു. ഇതിന് അതിഭീകരമായ ഒരു ദുരന്തം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക? ഇതിൻ്റെ അർഹതയെപ്പറ്റിയോ നമുക്ക് അങ്ങനത്തെ ഒരു വർത്തമാനത്തിൻ്റെ പോലും ആവശ്യമില്ല. അതിൻ്റെ ഗ്രാവിറ്റി അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് വരുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു, മന്ത്രിസഭാ ഉപസമിതിയെ അയക്കുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു, പഠിക്കുന്നു. ഇവിടെ അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ വേണ്ടയോ, ഇങ്ങനെയുള്ള സാങ്കേതികത്വം ഒന്നും അല്ല ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അവിടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ട നിരാലംബരായ പാവം മനുഷ്യർക്ക് എങ്ങനെ നിത്യജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ്റും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം അവിടെ കൈകോർത്ത് നിന്നേ പറ്റുള്ളൂ. എല്ലാവരും അവരവരുടേതായ ലെവലിൽ പരമാവധി എഫേർട്ട് അവിടെ ഇട്ടേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് എന്താ ഇത്ര സംശയം ഇരിക്കുന്നത്? ഇനിയും ഇതിൻ്റെ അകത്ത് നാഷണൽ ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിക്കുക അല്ല വേണ്ട. ഇത് ഈ പറഞ്ഞ പോലെ മാരത്തോൺ ഓട്ട മത്സരം, ഇത് അവാർഡൊന്നും അല്ലല്ലോ, ഭാരതരത്നം ഒന്നും അല്ലല്ലോ ഈ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി. അവിടെ എന്താണോ വേണ്ടത്, വയനാട്ടിൽ സംഭവിച്ച ഈ ദുരന്തത്തിൽ അവിടെ നിന്ന് പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും എന്താണോ വേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് എന്തായാലും തീർച്ചയായും അതിൻ്റെ അകത്ത് അതിൻ്റേതായ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും, കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്തു നിന്നും ഉദ്യോഗസ്ഥ തലത്തിലും പൊതുജനങ്ങളുടെ അടുത്തു നിന്നും എല്ലായിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സംശയത്തിൻ്റെ ആവശ്യം പോലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, ഫാദർ ഫിലിപ്പ് കവിയിൽ ചേരുകയാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറാണ് അദ്ദേഹം. ഫാദർ, ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ചല്ലോ താങ്കൾ. അവിടെ ഒപ്പം ബിഷപ്പ് പാംപ്ലാനി പിതാവും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിലെന്ന് അറിയുന്നു. ഫാദർ ഫിലിപ്പ് കവിയിൽ, പ്രധാനമന്ത്രി നാളെ എത്തുന്നത് കേന്ദ്ര സഹായം വൈകാതെ തന്നെ കേരളത്തിന് കിട്ടും എന്നുറച്ച് വിശ്വസിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടോ? കാരണം കേന്ദ്ര സഹായം അനിവാര്യമാണല്ലോ. അത് മാത്രമല്ല, ഏത് കാറ്റഗറിയിലാണ് ഈ ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തുന്നത് അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇനി മുന്നോട്ടുള്ള ഈ പുനരധിവാസ കാര്യങ്ങൾ നടത്തുന്നതിൽ പോലും അതിനിർണായകമൊരു കാര്യം എന്ന് പറയുന്നത് ഇതുകൂടിയാണല്ലോ. അതിൽ കൈയച്ചുള്ള സഹായം കിട്ടും കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടോ താങ്കൾക്ക്? ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് നമ്മളെല്ലാവരും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമോ? സാറേ കേൾക്കാം. പ്രധാനമന്ത്രിയുടെ നാളത്തെ സന്ദർശനം നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം ഇത് ദേശീയ നിലയിൽ, ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിൽ കേരളത്തിൻ്റെ ഒരു കോണിൽ നടന്ന ഈ ദുരന്തം അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നു എന്നതിൻ്റെ സൂചനയാണ് നമ്മൾ കാണുന്നത്. പ്രസാദ് സാറ് പറഞ്ഞതുപോലെ ഈ സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായവും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നതിലും കഴമ്പുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് നിയമം അനുസരിച്ചാണല്ലോ. അപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ അതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ പ്രശ്നത്തിൽ
സജീവമായിട്ട് ഇടപെടുവാനും സഹായിക്കുവാനും സാധിക്കും. ആ ലഭിക്കുന്ന സഹായത്തിൻ്റെ ഗ്രേഡും വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, എങ്കിലും എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സജീവമായിട്ട് ഇതിൽ ഇടപെടണം. ആ സ്ഥലത്ത് പോയി സന്ദർശിക്കുകയും അവിടുത്തെ ദയനീയമായ അവസ്ഥ അഭിനയ പാമ്പ്ലാനി പിതാവിൻ്റെ കൂടെ കാണുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ ആളുകളെ ഞാൻ കണ്ടു. ആ ക്യാമ്പുകളിൽ ഞാൻ പോയി. അവിടെയുള്ള വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ, വിവിധ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഒരുപോലെ നിരാലംബരായ മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് വല്ലാത്ത ഭയവിഹ്വലതകളുണ്ട്. പലരും എന്നോട് പറഞ്ഞു, 2-3 ഉമ്മാമാരോട് ഞാൻ സംസാരിച്ച് ഇപ്പോഴും ഓർക്കുകയാണ്. ആ ഉമ്മാമാർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പേടിയാണ് മനസ്സിൽ. ആ ഭീകരാവസ്ഥ ഇപ്പോഴും മനസ്സിലേക്ക് വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവർക്ക് സാമ്പത്തിക സഹായത്തോടൊപ്പം തന്നെ നമുക്ക് അവർക്കൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ പരമാവധി അതിന് ശ്രമിക്കുന്നുണ്ട്. അല്ലാത്ത സന്നദ്ധ സംഘടനയിലെ ആളുകളും ശ്രമിക്കുന്നുണ്ട്. പിന്നെ മറ്റു ചിലർ പങ്കുവെച്ച വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നു, ഫാദറെ ഈ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി എന്താവും, ഞങ്ങൾ എവിടേക്ക് പോകും? ഗവൺമെൻറ് ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറയുന്നുണ്ട്, പലരും വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ ഒരു ഇടമുണ്ടോ, അതോ ഈ സ്കൂളിൽ തന്നെ ഇങ്ങനെ കഴിയേണ്ടി വരുമോ? ആ സ്കൂളിൽ നമുക്ക് പോയി താമസിക്കുമ്പോഴേ നമുക്കറിയാവുന്നൊരു കാര്യം, വെറും പലക ബെഞ്ചിലാണ് ഇവർ കിടക്കുന്നത്. ചെറിയ തലയണയൊക്കെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണ് അവിടെ. കൊതുക് കടി സഹിച്ച്, ഞാൻ പറയുന്നതിന് കുറ്റം പറയുകയല്ല, നമ്മളൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്നൊരു സ്കൂളിലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി താമസിക്കേണ്ടി വരുമ്പോൾ, പ്രായമുള്ള ആളുകളുണ്ട് ആ കൂട്ടത്തിൽ, രോഗികളായ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ, കുട്ടികളുണ്ട് ആ കൂട്ടത്തിൽ, ഗർഭിണികളായ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. അവർക്കൊക്കെ വേണ്ടത്ര ഒരു സൗകര്യം അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അത് കാരണം ആരുടെയും കുറ്റമല്ല. ഇത്രയും ആളുകളെ പെട്ടെന്ന് പെട്ടെന്നൊരു അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ടാകും. പക്ഷേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് വളരെ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണം. നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഫ്ലാറ്റുകൾ, എന്തുമാത്രം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഞങ്ങൾ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ചിന്ത മുന്നോട്ട് വെക്കുകയുണ്ടായി. നമ്മുടെ ഓരോ ഇടവകകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കണ്ടെത്തി ആ വീടുകളിലേക്ക് താൽക്കാലികമായിട്ട് ഇവരെ താമസിപ്പിക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമായിരിക്കും. കാരണം ഒരു വീടിൻ്റെ സുരക്ഷിതത്വം അവിടെയുണ്ട്. പിന്നീട് സർക്കാർ പണിത് കൊടുക്കുന്ന ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലേക്ക് അവർക്ക് സ്ഥിരമായി താമസിക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരള ഗവൺമെൻറ്റും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഇവിടെ ഈ മനുഷ്യരെ, അവരുടെ വേദനകൾ നമ്മൾ കാണാതിരിക്കാൻ പറ്റിയല്ല. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ എല്ലാവരും വയനാടിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുന്നതിന് കാരണം അവിടെ ഇത്രയധികം മനുഷ്യ ജീവിതങ്ങൾ പൊലിഞ്ഞതുകൊണ്ടാണ്. അതേസമയം അതുപോലെ തന്നെ സമാനമായ ഉരുളുപൊട്ടൽ നടന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ നാദാപുരം ഏരിയയ്ക്ക് അടുത്തുള്ള വിലങ്ങാട് എന്ന പ്രദേശം. അവിടെയും അഭിനന്ദ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവും ഞാനും പോവുകയുണ്ടായി. അവിടെയുള്ള അനേകം ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു, ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അവിടെ 13 തൊട്ട് 17 വരെയുള്ള വീടുകൾ ഒന്നുമില്ലാതെ ഒലിച്ചുപോയി. വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഒരാൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ബാക്കിയുള്ളവർ ദൈവാനുഗ്രഹത്താൽ ഈ ജീവൻ നഷ്ടപ്പെട്ട ആൾ പോയി പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്ത് അവരെ മാറ്റി താമസിപ്പിച്ചതുകൊണ്ട് ബാക്കി 35ഓളം ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ മുന്നറിയിപ്പ് കൊടുത്ത ആൾ തിരികെ പോരുന്ന വഴിക്ക് വലിയ ജലപ്രവാഹം അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വെലങ്ങാട് പ്രദേശത്തെ വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വയനാടിന് കൊടുക്കുന്നത് പോലെ തന്നെ ഈ വെലങ്ങാട്, അവിടെ 70ഓളം ഉരുൾപൊട്ടലുകൾ നടന്നു. പല ചെറിയ ചെറിയ ഗ്രാമങ്ങളിലായിട്ട് ഉരുൾപൊട്ടലുണ്ടായി. അനേകം വീടുകൾ താമസയോഗ്യമല്ലാത്ത സ്ഥിതിയിൽ അവിടെ ഇന്നുണ്ട്. ആർക്ക് പോയാലും കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അവരുടെയും വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. വിലങ്ങാടും അതുപോലെ വയനാടും ഒരുപോലെ ശ്രദ്ധ അർഹിക്കുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾ വളരെ ദുരിതത്തിലാണ്. നമ്മൾ കാണാതെ പോകരുത്. ഇതിനു മുമ്പ് കേന്ദ്ര സഹായം കിട്ടുമോ എന്നുള്ള സംശയം വരാൻ കൂടി കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രതികരണമായിരുന്നു. കേരളത്തിൻ്റെ ഈ സമീപനങ്ങൾ, അതായത് ഈ ദുരന്തമുണ്ടായ മേഖലയിൽ ഭൂമിയോട് ചെയ്ത കാര്യങ്ങൾ, ഇതാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് കാരണമെന്ന രീതിയിലുള്ള പ്രതികരണം വന്നതാണ് ഇത്തരത്തിലുള്ള സംശയം കേന്ദ്രം സഹായിക്കാതിരിക്കുമോ എന്നുള്ള സംശയം ഉയരുവാൻ പ്രധാന കാരണമായത്.
അങ്ങനെ കരുതുന്നുണ്ടോ ഫാദർ? അങ്ങനെ ഒരു നേരത്തെ തന്നെ ഈ കേന്ദ്ര സഹായം അധികം കിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചനയായി ഇത്തരം കാര്യങ്ങൾ കേന്ദ്രം പറയുകയായിരുന്നു എന്ന്? കേന്ദ്രം അങ്ങനെ ഒരു നിലപാടെടുത്താൽ അത് വളരെ നിരാശാജനകമായ ഒരു നിലപാടായിരിക്കും. ഈ നാട്ടിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് ഒരു പ്രകൃതി ദുരന്തത്തിൽ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന്, അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയിൽ നിന്ന് അത്തരമൊരു പ്രസ്താവന ഒരിക്കലും യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം ഞാൻ മഞ്ജുഷ് സാറിന് കുറച്ച് ഫോട്ടോകൾ ഇപ്പോൾ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് വനത്തിൻ്റെ ഉള്ളിലാണ്, അല്ലാതെ ജനവാസ കേന്ദ്രത്തിലല്ല. അവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ആ വനത്തിൻ്റെ നിബിഡ വനത്തിനുള്ളിൽ പോയി ഏത് കർഷകനാണ് വനം നശിപ്പിച്ചിട്ടുള്ളത്? ഇവരൊക്കെ പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടേ? മനുഷ്യരെ ഈ ഒരു ദുരന്തത്തിന് മുമ്പിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന മന്ത്രിമാർ, അവർക്ക് ശീതീകരിച്ച വലിയ ഓഫീസുകളിലിരുന്ന് ഇത് പറയാൻ വളരെ എളുപ്പമാണ്. സാധാരണക്കാരായ ആളുകളുടെ ജീവൻ വെച്ച് ഇവർ ഇത്രമാത്രം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ശ്രീ ഷാബു പ്രസാദ്, കേന്ദ്രത്തിന് തുടക്കത്തിലുണ്ടായ ആ ഒരു സംശയം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതാം, ഇല്ലേ? ഇന്ന് കേന്ദ്ര സംഘം വന്നതോടുകൂടി അവരൊരു പ്രാഥമിക പഠനമെങ്കിലും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഷംസാദ് മരക്കാർ അക്കാര്യം പറയുകയും ചെയ്തു. അദ്ദേഹം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ. കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇല്ല, ഇപ്പൊ ഈ ഉരുൾപൊട്ടലിന്റെ കാരണം എന്താണ് ഇപ്പം കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇവരെല്ലാവരും പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിദഗ്ധ ഈ മേഖലയിൽ ജിയോളജിസ്റ്റുകളുടെയും വിദഗ്ധരുടെ അഭിപ്രായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. കാര്യം ഇപ്പോൾ കേന്ദ്രമന്ത്രിയായാലും ഞാനായാലും നിങ്ങളായാലും ഈ മേഖലയിലെ വിദഗ്ധരല്ല. ആ വിദഗ്ധാഭിപ്രായത്തിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നൊരു കാര്യം, ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട അച്ഛനും അത് പറഞ്ഞു, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് അവിടെ നിബിഡ വനമാണ്, അവിടെ ക്വാറിയില്ല, അവിടെ കയ്യേറ്റങ്ങളില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ കറക്റ്റ് ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് സ്പെസിഫിക്കായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ഒരു ക്വാറി ഉള്ളിടത്ത് മാത്രമേ ഉരുൾപൊട്ടൽ ഉണ്ടാകാവൂ എന്നുള്ള ആ രീതിയിലല്ല ഇത് സംഭവിക്കുന്നത്. ഒരു ക്വാറിയിൽ വൻതോതിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു എത്രയോ കിലോമീറ്ററുകൾ വരെ അതിൻ്റെ ആഘാതം എത്തുന്നതാണത്. അത് നമ്മൾ കാണുന്നില്ലെങ്കിലും ഭൂമി അതറിയുന്നുണ്ട്. ആ ആഘാതം എവിടെയൊക്കെ ഏതൊക്കെ ഭാഗത്തെ മണ്ണിനെയും പാറകളെയും ദുർബലമാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയില്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ, ഈ കൊച്ചു കേരളത്തിൽ 600 കിലോമീറ്റർ നീളമുള്ള ഈ കേരളത്തിലാണ് ഉണ്ടാകുന്ന മണ്ണിടിച്ചിലിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ 2/3 സംഭവിക്കുന്നത്. ഇത് കണക്കാണ്, ഇത് ഡേറ്റയാണിത്. ആലോചിച്ച് നോക്കൂ, ഈ ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡിലാണ് 2/3 മണ്ണിടിച്ചിലും സംഭവിക്കുന്നത്. ആ സംഭവിക്കുന്ന മണ്ണിടിച്ചിലിൻ്റെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ മഹാഭൂരിപക്ഷവും സംഭവിക്കുന്നത് വയനാട്ടിലും ഇടുക്കിയിലുമാണ്. ആലോചിച്ച് നോക്കണം നമ്മൾ അതിൻ്റെ ഗ്രാവിറ്റി. അപ്പോഴാണ് നമ്മൾ ആ ഡേറ്റ പരിശോധിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതൊക്കെ പറയണോ വേണ്ട? ഇപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടും അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റിലൊക്കെ ഒരു ഉത്തരം പറയുമ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടാണ് അവർ മറുപടി പറയുക. ഇപ്പോഴത്തെ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരേ അഭിപ്രായത്തിൽ യോജിക്കുന്നത് പോലെ, ഒരേ അഭിപ്രായത്തിൽ നിൽക്കുന്നത് പോലെ ഈ പുനരധിവാസവും ഈ ജനങ്ങളുടെ ആ കഷ്ടപ്പാടിനും ദുരിതത്തിനും ഉള്ള അറുതി വരുത്തലുമാണ്. അച്ഛൻ കൊടുത്തത് നല്ലൊരു അഭിപ്രായമാണ്. കാര്യം ഈ നാട്ടിൽ എത്രയോ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അത് തീർച്ചയായിട്ടും സർക്കാർ അത് വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു നിർദ്ദേശം തന്നെയാണത്. കാര്യം എത്ര കാലം അവർക്ക് സ്കൂളുകളിലും ടെൻറ്റുകളിലും ഇങ്ങനെ കൂടാരങ്ങളിലും ഒക്കെ കഴിയാൻ കഴിയും? തീർച്ചയായിട്ടും അത് ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും അതാണ്. അതിനോടൊപ്പം തന്നെ ഇത് ഇങ്ങനെയുള്ള നാളെയും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാം. ആ സംഭവിക്കുമ്പോൾ ഇതുപോലെയുള്ള ജീവഹാനികൾ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തോടുകൂടി, എന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ദീർഘകാല അടിസ്ഥാനത്തിലും ചില തീരുമാനങ്ങൾ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി നടപ്പാക്കേണ്ടതുണ്ട്. അത് ആരും അതിനെ എതിർക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ നമുക്ക് താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കാം.
ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യരുടെ ജീവിതം മുഴുവൻ, ഇനി ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥയാണ് മരിച്ചവരെക്കാട്ടിലേറെ കഷ്ടമായിട്ടുള്ളത്. ഇങ്ങനെ ഒരവസ്ഥ നാളെയും പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാനാവുന്ന കാര്യമല്ല. അത് സംഭവിക്കും, അത് നമുക്ക് ഒരിക്കലും തടയാനാവില്ല. പക്ഷേ അതുമൂലം, ആ ദുരന്തങ്ങൾ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെ, ജീവഹാനികളെ, അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് വലിയ ഒരളവോളം പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെ ദീർഘദൃഷ്ടിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പാർലമെന്റിൽ മന്ത്രി മറുപടി പറയുന്നത് ചോദ്യങ്ങൾക്കാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മറുപടികൾ അവിടെ പറഞ്ഞേ പറ്റുള്ളൂ. അതിപ്പോഴവിടെ പറയരുത്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കേന്ദ്ര സംഘത്തിൻ്റെ മുമ്പിലുള്ള പ്രയോറിറ്റി ഇവിടെ വന്നത് എന്താണ്? അവിടെ ക്വാറിയുണ്ടോ, അല്ലെങ്കിൽ കയ്യേറ്റമുണ്ടോ, കയ്യേറ്റം പരിശോധന, ഇതൊന്നുമല്ല. അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, അവരുടെ മുമ്പിലുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ദുരന്തത്തിൽ ഈ ദുരിതം അനുഭവിച്ച, ഈ നമുക്ക് ഭാഷ കൊണ്ട്, നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്തത്ര ആ ഭീകരാവസ്ഥയിൽ ഉള്ള ആ മനുഷ്യരെ ആ ട്രോമയിൽ നിന്ന് കരകയറ്റുക. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കൗൺസിലിങ്, ആ രീതിയിലുള്ളതൊക്കെ വേണ്ടി വരും ഇവിടെ. കാര്യം കൺമുമ്പിൽ ഉള്ളത്, ഒരു കൺമുമ്പിൽ ഇരുട്ടുമായി മാത്രം നിൽക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതൊരു വലിയ പ്രശ്നമാണത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കേന്ദ്ര സംഘത്തിൻ്റെ മുമ്പിലുള്ളത്. അല്ലാതെ അവിടെ കയ്യേറ്റം പരിശോധിക്കാൻ അല്ല അവർ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ക്വാറികളെ പരിശോധന, അതൊക്കെ നേരത്തെ പരിശോധന കഴിഞ്ഞതാണ്. അതിനെപ്പറ്റിയൊക്കെ ഇനിയും നമ്മൾ വളരെ ദീർഘമായിട്ട് അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവണം. ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്തായാലും ഇതൊന്നുമല്ല. ഇപ്പോഴത്തെ പ്രയോറിറ്റി ഈ പറഞ്ഞത് തന്നെയാണ്. രണ്ടിനെയും നമ്മൾ ഓരോന്നിനെ അതിൻ്റെതായ രീതിയിൽ കാണണം. ഇപ്പോൾ അതിന് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പുനരധിവാസം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട കാര്യവും. ശ്രീ ഷംസാദ് മരക്കാർ, ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും അത് പൂർണ്ണമായും വീടുകളിൽ കഴിയുന്നത് പോലെ ആവില്ല, എങ്കിൽ പോലും അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അത് കാണാൻ സാധിച്ചുവെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. എത്ര നാൾ ഇവർക്ക് റിലീഫ് ക്യാമ്പുകളിൽ തുടരാൻ കഴിയും? എപ്പോഴേക്കും ഇവരെ മാറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? നമ്മൾ റിലീഫ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. കാരണം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനകത്ത് ഇത്രയും മാസീവായ ആളുകളെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൊരു റിലീഫ് ക്യാമ്പ് എന്ന് പറയുന്നത് ആദ്യത്തേതാണ്. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരമാവധി അവരോടൊപ്പം നിൽക്കാനും പ്രയാസങ്ങളില്ലാതിരിക്കാനുമാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആദ്യമേ പറയട്ടെ. കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി ഒരു കളിയിടം പോലും നമ്മൾ ക്യാമ്പിൽ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് കളിപ്പിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പാട്ട് പാടാനും അവർക്ക് കുഞ്ഞു കുഞ്ഞു ടോയ്സ് വാങ്ങിക്കൊടുക്കുകയും കൗൺസിലിംഗ് നടത്തുകയും ഭക്ഷണവും മെഡിസിനും കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി പോകും. പക്ഷെ നമ്മളിപ്പോൾ എടുക്കുന്നൊരു ഇനീഷ്യേറ്റീവ് ജില്ലയിലെ 6 പഞ്ചായത്തുകൾ, അതായത് നമ്മളുടെ മേപ്പാടി പഞ്ചായത്തിനോട് ചുറ്റുഭാഗത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള സർക്കാരിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ സൗജന്യമായി നൽകാവുന്ന കെട്ടിടങ്ങൾ, ചെറിയ വാടകയ്ക്ക് നൽകാവുന്ന കെട്ടിടങ്ങൾ, ഇതിൻ്റെ കണക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ കണക്കുകൾ എടുത്ത് പൂർത്തിയാക്കാൻ കഴിയും. ആ കണക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ആളുകളെ മുഴുവൻ നമ്മൾ അത്തരം വാടക വീടുകളിലേക്കാണ് ആദ്യത്തെ പുനരധിവാസം എന്ന് പറയുന്നത്. അത് എളുപ്പം ആണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം 400-ലധികം കുടുംബത്തെയാണ് നമുക്ക് മാറ്റേണ്ടത്. അത്രയും വാടക വീടുകൾ കണ്ടെത്താനുള്ള ഒരു എഫേർട്ട് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഒരാഴ്ചയായി അതിൻ്റെ പുറകിലാണ്. ഏകദേശം 100-180ഓളം വാടക വീടുകൾ എത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തത് ഇവരുമായി ഏറ്റവും കണക്ട് ചെയ്യപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ്. അവിടെ ലഭിച്ചില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് പോകും. ആ വാടക വീട്ടിലേക്ക് അവർ മാറുന്ന സമയത്ത് അവർക്ക് വേണ്ട വീട്ടുപകരണങ്ങൾ മുഴുവൻ, കട്ടിലും കിടക്കയും കുക്കറും ഗ്യാസ് സ്റ്റൗവും എന്താണോ ആവശ്യം, ചെറിയ വീട് എങ്ങനെ തുടങ്ങണം, അങ്ങനെ ഇവരെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ തുടങ്ങുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് നടത്തി നമ്മളിവരെ ക്യാമ്പിൽ നിന്നും വാടക വീട്ടിലേക്ക് കൊടുക്കുകയും ആ വാടക വീടിൻ്റെ 1 വർഷത്തെ വാടക സർക്കാർ അടയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചൊരു ആശയം. സർക്കാർ അത് പരിഗണിക്കുന്നുണ്ട്. വാടകക്കാരും ഇവരും തമ്മിൽ ഒരിക്കലും തർക്കം ഉണ്ടാവരുത്, അത് കൊടുക്കുകയും അങ്ങനെ അവരെ ഒന്ന് നമ്മൾ ക്യാമ്പിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ടം. ആ ഘട്ടം പൂർത്തിയാക്കുക. അതിനോടൊപ്പം നമ്മൾ 2 സ്കൂളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മുണ്ടക്കൈയും വെള്ളാർമലയും. ആ 2 സ്കൂളുകളും കൂടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും. മേപ്പാടിയിൽ സ്കൂളിൽ തന്നെ നമുക്ക് വെള്ളാർമലയെ റീസ്റ്റാർട്ട് ചെയ്യാം. തൊട്ടപ്പുറത്ത് പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടത്തിൽ നമുക്ക് മുണ്ടക്കൈയെ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്കൂളുകൾ ഓപ്പൺ ആവുകയും ഇവർ വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്യുന്നുള്ള ആദ്യഘട്ട പുനരധിവാസം
10 ദിവസത്തിനകമെങ്കിലും പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു പോകും. ഞങ്ങൾ പരമാവധി വേഗതയിൽ പോകുന്നത് ഇത് പൂർത്തിയാക്കാനാണ്. ഷംസാദ്, മറ്റൊരു കാര്യം കൂടി, ഇന്ന് പെട്ടെന്നാണല്ലോ ഈ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടു വലിയ പ്രകമ്പനം ഉണ്ടായി എന്നുള്ള രീതിയിൽ വയനാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ആശങ്കാകുലരായത്. മറ്റ് ജില്ലകളിലും ചിലയിടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വയനാട്ടിൽ കഷ്ടമായിട്ട് മാറിയത്, ആ ഒരു ആശങ്ക അകന്നിട്ടുണ്ടോ? നമ്മളത് ആ സമയത്ത് നമ്മളെല്ലാവരും കലക്ടറേറ്റിലുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ജിയോളജിസ്റ്റിനെയും റവന്യൂക്കാരെയും 2 ടീമാക്കി, ഒരു ടീമിന് ബത്തേരി മേഖലയിലേക്കും ഒരു ടീമിന് കൽപ്പറ്റ മേഖലയിലേക്കും പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞയച്ചു. ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു. പൊഴുതന പഞ്ചായത്തിലെ മേൽമുറി സേട്ടുക്കുന്ന് ഭാഗത്ത് ഞാൻ നേരിട്ട് പോയിരുന്നു. ജിയോളജിസ്റ്റൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ അൺയൂഷ്വലായി എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടോ എന്നാണ് നോക്കിയത്. വെള്ളത്തിൻ്റെ നിറത്തിന് മാറ്റമോ പാറ കല്ലുകൾ ഉരുണ്ടു വരികയോ അങ്ങനെയുള്ളത് നോക്കി. നമ്മളുടെ കാഴ്ചയിൽ കണ്ടില്ല. ഫോറസ്റ്റിൻ്റെ ഡ്രോൺ ഉപയോഗിച്ച് നമ്മളൊന്ന് ആ മല സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നീടാണ് അതിൻ്റെ ഒരു വ്യാപ്തി കോഴിക്കോടും പാലക്കാട്ടും ഒക്കെ അത്തരത്തിൽ ശബ്ദം കേട്ടു എന്ന് പറയുന്നത്. അതെന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഇനി കുറച്ചുകൂടി സമയമെടുത്ത് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ നമ്മളുടെ പ്രദേശത്തെ ആളുകളെ നമ്മൾ നേരിൽ പോയി കണ്ടു. അവിടെ നല്ല രീതിയിലുള്ള പരിശോധന നമ്മൾ നടത്തി. ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് അവർ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളും ഇപ്പോൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു പ്രാഥമികമായി പരിശോധിച്ചിട്ടുണ്ട്. മുണ്ടക്കൈയുടെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വല്ലാത്ത പേടിയുണ്ട്. എന്തും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, നമ്മളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യാവുന്നതിൻ്റെ അത്രയും ദുരിതം ഞങ്ങൾ ഫേസ് ചെയ്തു. ഇനിയൊരു ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഈ നാട്ടിൽ ഒരു ജനതയ്ക്കും ഞങ്ങൾക്കില്ലെന്ന്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പേടിയുണ്ട്. ആ പേടി ആണ്. പിന്നെ നേരത്തെ സാബു പ്രസാദ് പറഞ്ഞതുപോലെ ഇത് നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. L3 കാറ്റഗറിയിൽ ഇത് പ്രഖ്യാപിച്ചാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഞങ്ങളുടെ റീഹാബിലിറ്റേഷന് കിട്ടും. ഞങ്ങൾ അതുകൊണ്ടാണ് L3യിൽ ഇത് പ്രഖ്യാപിക്കപ്പെടണമെന്ന് പറയുന്നത്. പിന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞ കണക്കിനെ ഞങ്ങൾക്ക് കോറിയില്ല എന്ന് പറഞ്ഞത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നൊരു വാക്ക് ഈ ദുരന്തത്തിനോടൊപ്പം ചേർത്ത് വെച്ചാൽ ഈ L3 കാറ്റഗറിയിൽ ഇത് വരില്ല. അപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. 1984 ഈ സ്ഥലത്ത് ഉരുൾപൊട്ടിയതാണ്. ആ വർഷത്തിന് ശേഷം പൊട്ടുന്നത് ഇപ്പോഴാണ്. അപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ല. പിന്നെ എവിടെയെങ്കിലും ഉള്ള കോറിയിങ്ങയുടെ എഫക്റ്റ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ആ പഞ്ചായത്തിൽ ഒരു കോറി പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ L3യിൽ പ്രഖ്യാപിക്കപ്പെടുകയും L3 പ്രഖ്യാപിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് കിട്ടുന്ന, ഇപ്പോൾ MP-മാർക്ക് നേരിട്ട് 1 കോടി രൂപ വരെ ഞങ്ങൾക്ക് തരാൻ പറ്റും L3യിലാണെങ്കിൽ. അപ്പോൾ അത് നമുക്ക് തൊഴിലുറപ്പിൽ സാധാരണക്കാരൻ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് 100 ദിവസം എന്നുള്ളത് വേണമെങ്കിൽ 150 ദിവസമാക്കി മാറ്റാൻ ഈ ഡിസാസ്റ്റർ വില്ലേജിന് കേന്ദ്രം അംഗീകരിച്ചാൽ മതി. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഞാൻ ഇപ്പോൾ വേറൊരു ചർച്ച കൂടെ ഉള്ളത് കൊണ്ടാണ് അധികം പറയാമെന്നില്ല. അപ്പോൾ ആ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണം മുഴുവൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാവരും ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കാൾ വലിയ റീഹാബിലിറ്റേഷൻ വേണമെന്നുള്ളതാണ്. ജീവൻ തിരിച്ചു കിട്ടിയവരുണ്ട്. ആ തിരിച്ചു കിട്ടിയവരൊരു ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങനെ ജീവിക്കുന്നുള്ളത്. അതിനുള്ളൊരു മറുപടി ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കണമെങ്കിൽ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാട്ടിന് ഈ ഡിസാസ്റ്റർ അതിജീവിക്കാൻ ഞങ്ങൾക്കുണ്ടാകുന്ന ഗുണമായി മാറുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് വയനാട്ടുകാർ. ശരി, ശ്രീ ഷംസാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പോൾ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കൂടി ചേരുന്നുണ്ട്. മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗമാണ് അദ്ദേഹം വയനാട്ടിൽ തുടരുകയാണ്. ഇന്ന് കേന്ദ്ര സംഘവുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. കേരളത്തിന് വേണ്ട സാമ്പത്തിക സഹായത്തിൻ്റെ വ്യാപ്തി കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ശ്രീ മുഹമ്മദ് റിയാസ്, പ്രധാനമന്ത്രി നാളെ വയനാട് സന്ദർശിക്കാൻ എത്തുന്നതോടെ കേന്ദ്ര സഹായവും കേന്ദ്രത്തിൻ്റെ കൈത്താങ്ങും വലിയ രീതിയിൽ കൂടും എന്നുള്ള പ്രതീക്ഷ സർക്കാരിനുണ്ടോ? തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഉണ്ട്. പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് വരികയാണ്. നേരിട്ട് വന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും എല്ലാ നിലയിലും ഈ ദുരന്തത്തിൽ നിന്നും വയനാടും കേരളവും കരകയറുന്നതിന് പ്രധാനമന്ത്രി കൈത്താങ്ങായി മാറുന്ന നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായാണല്ലോ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനം ഉണ്ടായത്. കേന്ദ്ര സംഘം ചില പഠനങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഈ കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ട് അത് പ്രധാനമാണ്. കേന്ദ്ര സംഘത്തിന് മുന്നിൽ ഈ പ്രധാനമായും ഉന്നയിച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മുൻഗണനാ ക്രമത്തിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, നമ്മളിപ്പോൾ ഇന്ന് വന്ന കേന്ദ്ര സംഘത്തിന് മുമ്പിൽ ഇക്കാര്യങ്ങൾ സംസാരിച്ചു.
ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രസൻറ്റേഷൻ തന്നെ വെച്ചുകൊണ്ടാണ് ചർച്ച നടത്തിയത്. അതിൽ ഓരോ കാര്യങ്ങളിലും കൃത്യമായി ഓരോന്ന് വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര സംഘം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ കേന്ദ്രത്തിന്റെ പഠനം, കേന്ദ്ര സംഘത്തിന്റെ പഠനം ഈ ഇത്തരം ദുരന്തങ്ങളിൽ പല ഘട്ടങ്ങളായി നടക്കുന്നതാണല്ലോ. ഇന്ന് പക്ഷേ പ്രാഥമിക പഠനം മാത്രമാണ് നടന്നത്. അതിനാൽ തന്നെ ആഴത്തിലുള്ള ഒരു പഠനം നടന്നിട്ടില്ല. പക്ഷേ ഈ ബോധ്യപ്പെടാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണോ താങ്കളുടെ ഒരു വിലയിരുത്തൽ? ആഴത്തിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിലയിൽ അവരിടപെടും എന്ന കാര്യത്തിൽ അവരുടെ നിലപാട് അവരെന്ന് പറഞ്ഞിട്ടുണ്ട്. മീറ്റിങ്ങിൽ പറഞ്ഞു. പിന്നെ അവർ ആ സ്ഥലങ്ങളിൽ പോയിരുന്നു. ആ നിലയിൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രയാസം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സഹായം എന്ന് പറയുമ്പോൾ ഈ സൈനിക സഹായം പെട്ടെന്ന് തന്നെ കിട്ടിയതാണ്. ഇനി പ്രധാനമായും വേണ്ടത് ദേശീയ ദുരന്തത്തിൽ ഉൾപ്പെടുത്തിയുള്ള വലിയ സാമ്പത്തിക സഹായമാണല്ലോ വേണ്ടത്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യത്തിൽ കൈ അയച്ചുള്ള ഒന്നായി മാറുകയും ചെയ്യും. അത്തരത്തിൽ തന്നെ ഒരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ടോ ഇപ്പോൾ? അല്ല, നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കേന്ദ്ര സർക്കാരുമായി എന്തെങ്കിലും ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാദഗതിക്കോ വേണ്ടി ഉയർത്തുന്നൊരു പ്രശ്നമായിട്ടല്ല ഞങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നത്. വളരെ ന്യായമായിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട പ്രശ്നമായിട്ടാണ് കാണുന്നത്. എല്ലാ നിലയിലുള്ള പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ദുരന്തത്തെ അതിജീവിക്കുക എന്നത് വലിയ ദുഷ്കരമായ കാര്യമാണ്. പരിധിയില്ലാത്ത സാമ്പത്തിക സഹായമാണ് ഇതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ദേശീയ ദുരന്തം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താൻ മാനദണ്ഡത്തിൻ്റെ തടസ്സമുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് മാത്രം ഇത് സാധ്യമാകുന്നതാണോ? പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ നാളെ മനസ്സിലാക്കി ഉചിതമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, കരുതുന്നത്. അത്രയ്ക്ക് പ്രയാസമാണ് ഇവിടെ ഈ ദുരന്തം ഉണ്ടാക്കിയെന്ന് നമുക്കൊക്കെ അറിയാം. സാർവദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ ഈ വിഷയം വലിയ നിലയിൽ എടുത്തതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ സംഭവം വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾക്കിടയിൽ ഇതൊരു വലിയ വികാരമായി മാറിയിട്ടുണ്ട്. അവരുടെയൊക്കെ ശരീരം മാത്രമാണ് അതാത് രാജ്യങ്ങളിലുള്ളത്. മനസ്സ് വയനാടും കേരളവും അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെ അതിജീവിക്കുക എന്നുള്ള ആശയത്തിനൊപ്പമാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. നേരത്തെ ഈ കേന്ദ്ര ബഡ്ജറ്റിലും 3 സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ ദുരന്തങ്ങൾ നേരിടേണ്ട 3 സംസ്ഥാനങ്ങൾക്ക് വലിയ നിലയിലുള്ള സഹായം പ്രഖ്യാപിച്ചതാണ്. തീർച്ചയായും പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായം അത് ബജറ്റിലെ പ്രഖ്യാപനത്തിലൂടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് പക്ഷേ കേരളത്തിലെ ഈ ദുരന്തത്തിന് നൽകിയ സഹായവുമായി താരതമ്യം ഇല്ലാത്തതാണ്. മാത്രമല്ല ദുരന്തത്തിൻ്റെ വ്യാപ്തിയും വളരെ വലുതാണ് ഇവിടെ. അപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് തന്നെ വേണ്ടി വരില്ലേ? അതും കാലതാമസമില്ലാതെ ഉടൻ തന്നെ കിട്ടുന്ന രീതിയിൽ. അതെ, നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ എല്ലാ നിലയിലും സഹായം കേന്ദ്ര സർക്കാർ ചെയ്യാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേരളത്തിനും ബാധകമായിരിക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്, പ്രധാനമന്ത്രി മുൻകൈയെടുക്കും എന്നും നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലാകട്ടെ പ്രതിപക്ഷം വലിയ പിന്തുണയാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നും അവരുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങൾ തരാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് എന്തായാലും സ്വീകരിക്കുകയല്ലേ? പ്രതിപക്ഷവുമായി ഒത്തൊരുമിച്ച് വേണമെങ്കിൽ ഡൽഹിയിൽ പോയി തന്നെ ഈ ആവശ്യം ഉന്നയിക്കുവാനും സർക്കാർ തയ്യാറാണ് എന്നല്ലേ?
അല്ല, ഇതിൽ ഭരണപക്ഷം പ്രതിപക്ഷമെന്നോ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ എന്നോ വേർതിരിവില്ല. എല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട പ്രശ്നമാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ സഹായവും എല്ലാ നിലയിലും, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം അങ്ങനെ, മറ്റെന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ അങ്ങനെ, ഇതെല്ലാം ഒരുമിച്ച് നിന്ന് പരമാവധി വാങ്ങി ഈ അതിജീവനം അത് എല്ലാ നിലയിലും കരുത്ത് പകർന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. അതിനാണ് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള പരാമർശങ്ങൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ പാർലമെന്റിൽ മന്ത്രിമാർ പറഞ്ഞത് തുടക്കത്തിലെ തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രം എന്നിപ്പോൾ കണ്ടാൽ മതിയോ? ആ നിലപാടിൽ നിന്ന്, അന്നത്തെ ആ നിലപാടിൽ നിന്ന് കേന്ദ്രം മാറിയിട്ടുണ്ടെന്നാണോ താങ്കൾ ഇപ്പോൾ വിലയിരുത്തുന്നത്? അതുകൊണ്ടാണോ ഇത്ര വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ കേന്ദ്രത്തിൽ നിന്ന്? മറ്റു വിവാദങ്ങൾക്കോ വിവാദ പ്രസ്താവനകൾക്കോ മറുപടി പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യണം, എല്ലാവരും ഇവിടെ നിന്നുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും വാങ്ങാൻ ഇടപെടുകയാണ്. ആ നിലയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ആ യൂണിറ്റിക്ക് വിള്ളലേൽക്കുന്ന നിലയിലേക്കുള്ള ഒരു കാര്യവും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള വിഷയം അതല്ല. വാദപ്രതിവാദങ്ങളോ അനാവശ്യമായി ഇതിൻ്റെ ഭാഗമായുള്ള വിവാദങ്ങളോ അല്ല ഇപ്പോൾ വേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ചെയ്യാനാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ അത് പരമാവധി ചെയ്യാൻ ഇടപെടുക, അതാണിപ്പോൾ വേണ്ടത്. ആ നിലയിൽ എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു നിലപാടാണ് വേണ്ടത്. ഒരു കാര്യം കൂടി, പ്രധാനമന്ത്രി വരുന്നതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ നാളെ തെരച്ചിൽ സാധ്യമല്ലല്ലോ. ഇനി എത്ര നാൾ തെരച്ചിൽ തുടരാമെന്നാണ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. തെരച്ചിൽ നടത്തിയിരുന്നു. ജനകീയ തെരച്ചിൽ ഇന്ന് പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ നമുക്കതിനൊരു സമയപരിമിതിയുണ്ട്. പക്ഷേ അത് ഞായറാഴ്ചയും തുടരും. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും വിവിധ ഫോഴ്സസ് അതുപോലെ വിവിധ സംവിധാനങ്ങൾ വെച്ച് ഇനിയും നടത്തും. എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പൊതുവെ എടുക്കുന്ന സമീപനം. ആ സമീപനം സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ശരി, നന്ദി ശ്രീ മുഹമ്മദ് റിയാസ്, ഈ സമയം പ്രൈം ഡിബേറ്റിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഫാദർ ഫിലിപ്പ് കവിയിൽ, നേരത്തെ താങ്കൾ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു, ഈ ക്വാറികളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കാര്യം. അത് കേന്ദ്രമന്ത്രി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ആ രീതിയിലല്ലല്ലോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്ന്. പക്ഷേ അതിന് ശ്രീ ഷാബു പ്രസാദ് മറുപടി നൽകിയിരുന്നു. അതിന് താങ്കൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ആ മറുപടിക്ക് ശേഷം മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ഈ ഷംസാദ് മരക്കാർ പറഞ്ഞ കാര്യം, അതേ കാര്യം തന്നെ ശ്രീ മുഹമ്മദ് റിയാസും പറയുന്നുണ്ട്. ഇവിടെ ഒരു ഭരണപക്ഷ വ്യത്യാസമില്ലാതെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വരുന്ന ദിവസത്തിന് തൊട്ട് തലേന്ന് ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാകാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും. വളരെ ഐക്യത്തോടു കൂടിയുള്ള ഒരു കാഴ്ചയാണ് ഉള്ളത്. മാത്രമല്ല കേന്ദ്രവുമായിട്ടും ഒരു ടഗ് ഓഫ് വാർ ഇപ്പോഴില്ല. നേരത്തെ മന്ത്രി എം ബി രാജേഷ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഈ കേന്ദ്രം ഉപജാപക സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കേരളത്തിനെതിരെ പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ പറയുന്നുമില്ല. അതായത് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം, കേന്ദ്രവുമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഈ സമയത്ത്. കാരണം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് പരമാവധി സഹായം നേടിയെടുക്കുക എന്നതാണെന്ന്. ഒരു നല്ല കാര്യം തന്നെയാണല്ലോ. അതെ, മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ല പ്രധാനം, മനുഷ്യപക്ഷമാണ് പ്രധാനം. ഈ ദുരിതത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നുള്ളതായിരിക്കണം എല്ലാവരുടെയും ലക്ഷ്യം. അവിടെ മറ്റ് രാഷ്ട്രീയ സ്ഥാപിത താല്പര്യങ്ങളൊന്നും പാടില്ല. കാരണം ഞാൻ ക്യാമ്പിൽ പോയി കണ്ട ഒരാളാണ് ഞാൻ. ആ മനുഷ്യരുടെ വേദന തൊട്ടറിഞ്ഞ ആളാണ്. ആ മനുഷ്യർക്ക് എന്തുമാത്രം വിഹ്വലതകളാണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടത് ഇനി ഒരു സുരക്ഷിതത്വ ബോധം വേണം, സുരക്ഷിതത്വവും വേണം, താമസിക്കുവാൻ ജീവിക്കുവാൻ ഒരു മാർഗവും വേണം. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പരമാവധി സഹായം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ലഭിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനോട് ചേർന്ന് നമ്മളെല്ലാവരും അതിനുവേണ്ടി ആവശ്യപ്പെടണം. ഈ ആളുകൾക്ക് എന്ത് സഹായം നമ്മൾ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതും കൂടെ പറയാൻ ഗവൺമെൻറ്റുകൾ ബാധ്യസ്ഥരാണ്. എല്ലാവരും പറയുന്നുണ്ട് സഹായിക്കും സഹായിക്കും സഹായിക്കും. എന്ത് സഹായം കൊടുക്കും? അവർക്ക് താമസിക്കാൻ വീട് കൊടുക്കുമോ? അവർക്ക് ജോലി കൊടുക്കുമോ? അവരുടെ വീട്ടുപകരണങ്ങൾ കൊടുക്കുമോ? മരിച്ചുപോയ ആളുകളുള്ള കുടുംബങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരം കൊടുക്കും? നഷ്ടപരിഹാരം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. കാരണം ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവന് നഷ്ടം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അവർക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റും? അതുപോലെ വീടുകളിൽ
അപകടത്തിൽപ്പെട്ട ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധം പരിക്കേറ്റ ആളുകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥലം മുഴുവൻ പോയ ആളുകളുണ്ട്. അവർക്ക് എങ്ങനെ എവിടെ സ്ഥലം കൊടുക്കാൻ പറ്റും? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ വലിയ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അതായത് ചില പ്രത്യേക ആളുകൾക്ക് മാത്രം സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം സഹായങ്ങൾ കിട്ടുന്നു എന്നൊക്കെ ആരോപണം പറയുന്നു. ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു പരിഹാരം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഈ ദുരിതബാധിത പ്രദേശത്തെ ദുരിതബാധിതരായിട്ട് ആളുകളുടെ ഒരു ഡാറ്റ കളക്ഷൻ നമ്മൾ എടുക്കണം. എന്നിട്ട് ഗവൺമെൻറ് പറയും ഇന്ന ആളുകൾക്ക് ഇന്ന നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അവരെ നമ്മൾ സഹായിക്കും, അവർക്ക് എന്ത് സഹായം കൊടുക്കുമെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗവൺമെൻറ് പറയണം. അതുപോലെ തന്നെ ആ കാര്യത്തിൽ സന്നദ്ധ സംഘടനകൾക്കും മറ്റ് ആളുകൾക്ക് സഹായിക്കാൻ സാധിക്കും. മതവിഭാഗങ്ങൾക്കും ഒക്കെ കത്തോലിക്ക കോൺഗ്രസും അതുപോലെ കത്തോലിക്ക സഭയും പറഞ്ഞ് 100 വീടുകൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അപ്പം അത് ഗവൺമെൻറ്റിനോട് ചേർന്നാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ എല്ലാവരും സഹായിക്കും. പക്ഷേ കൃത്യത വേണം. ആർക്ക് സഹായം കൊടുക്കും, എന്തുമാത്രം സഹായം കൊടുക്കും, എവിടെ കൊടുത്തു, അതൊക്കെ കൃത്യമായിട്ട് പരസ്യമായിട്ടും സുതാര്യമായിട്ടും ചെയ്യണം. ആ കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടാകണമെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഈ അവിടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് പറയുകയുണ്ടായി, പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അദ്ദേഹം പറഞ്ഞു വാടക വീടുകൾ കണ്ടെത്തി കൊടുക്കുമെന്ന്. അതൊരു നല്ല ആശയമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ പൂട്ടിക്കിടക്കുന്ന വീടുകൾ വിദേശത്തുള്ള ആളുകളുടെയൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പലരും സഹായിക്കാൻ സന്നദ്ധരായിരിക്കും. അപ്പോൾ അവർക്കൊരു മാന്യമായ വാടകയും കൂടെ കൊടുത്താൽ, ഗവൺമെൻറ് ഉറപ്പും കൊടുക്കുകയാണെങ്കിൽ 1 വർഷത്തേക്കോ വേണ്ട സമയം അനുസരിച്ച് ഒരു പുതിയ വീടുണ്ടാക്കുന്ന അവസരം വരെ ഇവർക്ക് ആ വീടുകൾ ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനം കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് മാനന്തവാടി രൂപതയ്ക്ക് തന്നെ ഈ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കാം. വയനാട് ഭാഗത്തുള്ള അങ്ങനെയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിനെ അറിയിക്കാൻ, അതുപോലെ മറ്റ് മതസമുദായ സംഘടനകൾക്ക് ഈ കാര്യത്തിൽ കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഏതു വിധേനയും നമ്മുടെ ദുരിതത്തിൽപ്പെട്ട ഈ സഹോദരങ്ങളെ സഹായിക്കുക എന്നുള്ളത് മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഈ വയനാട്ടിലെ പോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ആ വിലങ്ങാട് പ്രദേശത്തെ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നാദാപുരത്തിനടുത്ത് വിലങ്ങാടുള്ള ആളുകളുടെ ദുരിതം കൂടി നമ്മൾ കാണണം. താങ്കൾ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു വിലങ്ങാട്ടേക്ക് അങ്ങനെയുള്ള ഒരു സഹായം എത്തിയില്ല എന്നാണോ? ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തയാണ്. വിലങ്ങാട് അവിടെ അടിയന്തര സഹായം ആവശ്യമാണ്. അത് മാത്രമല്ല, അവിടുത്തെ പ്രശ്നങ്ങൾ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അവിടേക്ക് വേണ്ടത്ര മാധ്യമ ശ്രദ്ധയോ മറ്റ് സഹായങ്ങളോ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടെ 2 പ്രാവശ്യം പോയി. ആ പോയപ്പോഴൊക്കെ അവിടുത്തെ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞതാണ്. കൂടുതൽ അതിന് ശേഷം നടന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഗവൺമെൻറ് അവരെയും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. താങ്കൾ നേരത്തെ കോറിയുടെ കാര്യം പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ ഇനിയൊരു തർക്കത്തിന് ഒരാവശ്യമുള്ള കാര്യമാണോ? പക്ഷേ അത് അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പറയും. അതാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ കേന്ദ്രമന്ത്രി സ്വന്തം നിലയ്ക്ക് പറഞ്ഞതല്ല, അങ്ങോട്ട് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇങ്ങോട്ട് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ കോറികൾക്ക് ആരാണ് അനുവാദം കൊടുക്കുന്നത്? സർക്കാരല്ലേ? ഇവിടെയുള്ള സാധാരണക്കാരാണോ? സർക്കാർ ഇത് തെറ്റാണെന്ന് കണ്ട എന്തുകൊണ്ട് അതിന് അനുവാദം കൊടുക്കാതിരുന്നുകൂടാ? ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, ഈ കോറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കല്ലുകൾ, മിറ്റൽ, ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ടൗണുകളിൽ വലിയ കെട്ടിടങ്ങൾ പണിയാൻ, പാലങ്ങൾ പണിയാൻ, റോഡുകൾ പണിയാൻ. അപ്പോൾ ഈ വയനാട് പോലെയുള്ള മലമ്പ്രദേശത്തുള്ള ആളുകളല്ല ഈ കല്ല് ഭക്ഷിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് ഈ നഗരപ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. എവിടുന്നാണ് ഈ നഗരപ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ക്വാറികളിൽ നിന്നാണ്. അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നതാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. അതിനെന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ആർജവത്തോടെ തീരുമാനം എടുത്തുകൂടാ? ഞാനൊരു ക്വാറിയെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് മനുഷ്യജീവന്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ദോഷം ചെയ്യുന്നതാണെങ്കിൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കട്ടെ. അത് പറഞ്ഞ് ഈ വനമേഖലയിൽ, വയനാട്ടിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഇടുക്കിയിൽ ഒക്കെയുള്ള ആളുകളെ ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനോട് കൂടി ചേർത്ത് പറയാനുള്ളത്, സത്യത്തിൽ ഞാൻ ഈ ദിവസങ്ങളിൽ പേപ്പറുകളിൽ വായിച്ചു, ഈ
ആഗോള താപനത്തിലുണ്ടാകുന്ന വർധനവാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്ന്. അതും വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്ന അഭിപ്രായമാണ്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കണ്ടേ? ഈ പെട്ടെന്നൊരു സ്ഥലത്ത് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു, പണ്ടെങ്ങും ഇല്ലാത്തതുപോലെ. എന്തുകൊണ്ടാണ്? ആഗോള താപനം കൂടി. ആഗോള താപനം കൂടാൻ കാരണം എന്താണ്? വികസിത രാജ്യങ്ങളിൽ, പരിഷ്കൃത രാജ്യങ്ങളിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കേണ്ടി വരുന്നത് പാവപ്പെട്ട രാജ്യങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇപ്പോൾ ഈ കാർബൺ ഫണ്ടിൻ്റെ ഒക്കെ കാര്യം നമ്മൾ തുറന്നു പറയേണ്ടി വരും. കപട പരിസ്ഥിതിവാദികളുടെ കാര്യം അപ്പോൾ തുറന്നു പറയേണ്ടി വരും. ഇവർക്കൊക്കെ ഫണ്ട് ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ സാധാരണക്കാരൻ്റെ ജീവന് പ്രശ്നമുണ്ടാക്കുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം പഠനങ്ങളല്ല വേണ്ടത്. ആഗോള താപനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഈ കേരളം പോലെ ഒരു പ്രദേശത്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഫാദർ, ഈ കേരളത്തിലെ ആവശ്യത്തിനുള്ള വനവിസ്തൃതി ഉണ്ട്, 30% വേണ്ടത്, ആ 30% ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വനം വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അതുമാത്രമല്ല, ഈ കർഷകർ അവർ കൃഷി ചെയ്ത് ഇവിടെ പ്രകൃതിക്ക് അനുകൂലമായൊരു സ്ഥിതിയാണ് സംജാതമാക്കുന്നത്. ഇവിടെ മരങ്ങൾ വളരുകയാണ് ചെയ്യുന്നത് കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ട്. പാലം പണിയുമ്പോഴും റോഡ് പണിയുമ്പോഴും വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉയർത്തുമ്പോഴും ഈ കർഷകർ ചെയ്യുന്ന നല്ല പ്രവൃത്തി അല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ക്വാറികളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കാതെ പോകരുത്. ആഗോള താപനത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കാതെ പോകരുത്. ടൗൺ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക്, അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് സൗകര്യങ്ങൾ വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഓരോ വീട്ടിലും എയർ കണ്ടീഷൻ വർദ്ധിക്കുമ്പോൾ, ഫ്രിഡ്ജുകൾ വർദ്ധിക്കുമ്പോൾ അതിൽ നിന്നും ബഹിർഗമിക്കുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വരികയും നമുക്ക് ഓസോൺ പാളികൾക്ക് സുഷിരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശാസ്ത്രീയ പഠനങ്ങളല്ലേ? അത് വനമേഖലയിലുള്ള സാധാരണക്കാരായ കർഷകരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണോ? അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇന്ന് വീണ്ടും വയനാട് വിറയ്ക്കുന്നതാണോ കണ്ടത്? ഫാദർ ഫിലിപ്പ് കവിയിൽ, താങ്കൾ അവിടെ ഉണ്ടായിരുന്ന സമയത്താണല്ലോ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇങ്ങനെ പെട്ടെന്ന് ഭൂമികുലുക്കം പോലെ തോന്നുന്നു, ആളുകൾ ഭയചകിതരായി ഓടുന്നു. ഒരു വലിയ ആശങ്കയുടെ സമയമല്ലായിരുന്നു അത്? അത് വയനാട്ടിൽ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഈ ഭൂമി കുലുക്കത്തിൻ്റെ അവസരത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അത് തീർച്ചയായിട്ടും ആശങ്കാകുലമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മുടെ ജിയോളജിസ്റ്റുകളാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്. തൽക്കാലം എന്തായാലും അത് പ്രശ്നമല്ല. അത് ഏതായാലും ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, ഈ വയനാട് ഈ ദുരിതബാധിത പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭയവിഹ്വലരാണ്. അവർക്കൊരു സുരക്ഷിതത്വ ചിന്ത നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതായത് ഏത് സമയത്തും ഇങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ പോലും ഭയക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുകയാണ് അല്ലേ? അതെ. ഷാബു പ്രസാദ് നേരത്തെ മന്ത്രി സംസാരിച്ച സമയത്തും, മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിച്ച സമയത്തും അദ്ദേഹം വളരെ സൗമ്യതയോടുകൂടിയാണ് സംസാരിച്ചത്. അതായത് ഈ സമയത്ത് കേന്ദ്രവുമായിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നത്തിലും സംസ്ഥാന സർക്കാർ ഇല്ല, അത് ഒരു തരത്തിലുള്ള പരാതിയും കേന്ദ്രത്തെക്കുറിച്ചില്ല എന്നുള്ള ആ രീതിയിലുള്ള സംസാരമായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിൻ്റേത്. കേരളത്തിന് എത്രത്തോളം ആവശ്യമുള്ള ഒരു ഘട്ടമാണ് ഇതെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത് ഒരു വലിയ കടമ്പയായിട്ട് എന്തായാലും സംസ്ഥാന സർക്കാർ കാണുന്നില്ല. ഞാൻ ചോദിച്ചിരുന്നു, അതിനെന്തെങ്കിലും നിയമ തടസ്സങ്ങളോ അതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചിട്ടാണോ ഇത്തരമൊരാവശ്യം ഉന്നയിച്ചത് എന്ന്. ഇത്തരമൊരാവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാന സർക്കാർ അങ്ങനെ തന്നെയാണ് ഉന്നയിക്കാൻ പോകുന്നത്. നാളെ പ്രധാനമന്ത്രിക്ക് നിവേദനവും നൽകും. അതിൽ ഈ ദേശീയ ദുരന്തത്തിൻ്റെ പരിധിയിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. മഞ്ജുഷ, ഇവിടെ ഈ ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണോ വേണ്ടയോ, അത് യെസ് ഓർ നോ, ഇങ്ങനത്തെ ടെക്നിക്കാലിറ്റീസ് അല്ല ഇവിടുത്തെ വിഷയം. എനിക്ക് തോന്നുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെയും പ്രയോറിറ്റി ആ ടെക്നിക്കാലിറ്റി അല്ല. വയനാടിന് ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് അർഹമായ, അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള എന്തും ചെയ്യും. ഇപ്പം അത് ഈ ഒരു പ്രഖ്യാപനം അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറൊരു ആകാശത്തു നിന്ന് കുറേ പൈസ ഇങ്ങോട്ട് ഒഴുകി വരികയൊന്നും അല്ല ചെയ്യുന്നത്. ഇതൊക്കെ മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത്.
അതാദ്യം മനസ്സിലാക്കുക. ദേശീയ ദുരന്തം എന്ന ഒരു സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വയനാടിൻ്റെ എല്ലാ സംഭവം അങ്ങോട്ട് മാറി. ഇങ്ങനൊന്നും നമ്മൾ ആ രീതിയിലേക്കൊന്നും അതിനെ ചുരുക്കരുത്. വയനാട് ഈ ദുരന്തത്തിൽ കഷ്ടപ്പെട്ടവർക്ക് ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്താണോ എങ്ങനെയാണോ അവരെ കൊണ്ടുവരിക അതിന് വേണ്ട എന്തും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ നമ്മൾ ഈ വെറുതെ ഈ പൊതുവെ മാധ്യമങ്ങളുടെ എല്ലാം ആ ഒരൊറ്റ പോയിന്റിൽ പിടിച്ച് അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ല, ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് എത്ര പക്വമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. എത്ര ഡീസൻ്റ് ആയിട്ടാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. അതാണ് അതിൻ്റെ കറക്റ്റ് വേ ആണത്. അതാണ് അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്ത് ഞാൻ ഇത്രയും കാലം പങ്കെടുത്ത ചർച്ചകളിൽ ഇതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈബ് ഉണ്ടാക്കിയ ഒരു ചർച്ച ഞാൻ എൻ്റെ ഓർമ്മയിലധികം ഞാൻ പങ്കെടുത്തിട്ടില്ല. കാര്യം അത്രമാത്രം ഒറ്റ മനസ്സോടുകൂടിയാണ് ആൾക്കാർ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ രീതിയിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കരുത്. അതുപോലെ അച്ഛൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ആഗോളതാപനം എന്നുള്ളത് വലിയ വിഷയം തന്നെയാണത്. അത് ലോകം മുഴുവനും ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ അതിനുള്ള സ്റ്റെപ്പ് 2030 ആകുമ്പോഴേക്ക് 50 ആകുമ്പോഴേക്ക് 70 ആകുമ്പോഴേക്ക് എങ്ങനെ ഈ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ കഴിയും അതിനെപ്പറ്റിയുള്ള വളരെ സീരിയസ് ലോകത്ത് ഇന്ന് ശാസ്ത്രലോകം ഏറ്റവും ഗൗരവതരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ക്ലൈമറ്റ് ചേഞ്ച്, ആഗോളതാപനം എന്ന് പറയുന്നത്. ഈ ആഗോളതാപനത്തിൻ്റെ ആ ഇംപ്ലിക്കേഷൻസും ഈ വയനാട്ടിലെ ഈ ദുരന്തത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാര്യം മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നൊരു വാർത്തയെ അല്ലാതായിരിക്കുകയാണ്. അത് 1 മാസം മുമ്പ് എറണാകുളത്ത് കളമശ്ശേരിയിൽ മേഘവിസ്ഫോടനം ഇപ്പോൾ ഇന്ന് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നൊരു കാര്യമാണത്. അതിനോടൊപ്പമാണ് അത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടില്ല ഇപ്പം ഈ ക്വാറികളുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. ഈ കരിങ്കല്ലും കാര്യങ്ങളും ഇവിടെ നമുക്ക് ഡാം പണിയാനും റോഡ് പണിയാനും ഒക്കെ കരിങ്കല്ല് ആവശ്യമാണ്. പ്രകൃതി നമുക്ക് ഈ ഇത്രയും മനുഷ്യർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിച്ചു പോകാൻ വേണ്ട എല്ലാം പ്രകൃതി തന്നിട്ടുണ്ട്. ആ പ്രകൃതിയെ ഈ പ്രകൃതി ചൂഷണമല്ല ഇവിടെ നമ്മുടെ ഒരു ഭാരതീയ സങ്കല്പപ്രകാരം ദോഹനം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പശുവിൻ്റെ അകിട്ടിൽ നിന്ന് പാല് കറന്നെടുക്കുന്നത് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു രീതി എങ്ങനെയാണ്? പശുവിൻ്റെ അകിട്ടിൽ നിന്ന് പാല് കറന്നെടുക്കുമ്പോൾ അതിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ള പാൽ അതിൻ്റെ നിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ വേണം പ്രകൃതിയോട് ചേർന്ന് വേണം ജീവിക്കാൻ. പാറ പൊട്ടിക്കാതെ അല്ലെങ്കിൽ മണലില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിനെ അനിയന്ത്രിതമായ രീതിയിൽ പ്രകൃതിയുടെ ബാലൻസ് തെറ്റിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? പ്രകൃതിയുടെ ബാലൻസ് തെറ്റൊന്നുമില്ല. പ്രകൃതിക്ക് ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം പ്രകൃതിക്കുണ്ട്. പക്ഷേ ആ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനിടയിൽ ഇവിടെ മനുഷ്യൻ എന്നൊരു സാധനം വേണമെന്ന് പ്രകൃതിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നമുക്ക് ആ നിർബന്ധം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കറക്ഷൻ പ്രോസസ്സിൻ്റെ ചില ചില്ലറ സൂചനകളാണ് നമ്മൾ ഈ മുണ്ടക്കൈയിലും ഷിരൂരിലും ഉത്തരാഖണ്ഡിലും ഒക്കെ കണ്ടത്. ഇവിടെ നാളെ മനുഷ്യൻ ഇവിടെ ഉണ്ടാവണം, ഇങ്ങനെ സംസാരിക്കാനും മുഖാമുഖം ഇരുന്ന് സ്നേഹിക്കാനും ഒക്കെ നമുക്ക് മനുഷ്യരിവിടെ വേണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇവിടെ വിവരമുള്ളവർ പറയുന്നത് പ്രകൃതിയെ വേദനിപ്പിക്കരുത്, അതിനെ പ്രകൃതിയുടെ ബാലൻസ് തെറ്റിക്കരുത്. ഇപ്പം മനുഷ്യൻ എന്നൊരു ഘടകം ഇവിടെ ഇല്ലെങ്കിലും ഈ ഭൂമിക്കൊരു ചുക്കും സംഭവിക്കില്ലപ്പാ. ശുക്രനും ചൊവ്വയും ഒക്കെ പോലെ ഈ ഭൂമി അവിടെ നിലനിൽക്കും. നമുക്ക് പക്ഷെ മനുഷ്യനിവിടെ വേണമെന്ന് മനുഷ്യനെ മാത്രമേ നിർബന്ധമുള്ളൂ, പ്രകൃതിക്ക് ഒരു നിർബന്ധവും. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, നന്ദി. ശ്രീ ഷാബു പ്രസാദ്, ഫാദർ ഫിലിപ്പ് കവിയിൽ, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ഷംസാദ് മരയ്ക്കാർ. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: പ്രധാനമന്ത്രി നാളെ വയനാട്ടിലെത്തുകയാണ്, കേന്ദ്രം കൈയയച്ച് സഹായിക്കുമെന്ന് 55% പ്രേക്ഷകർ, ഇല്ല എന്ന് 40%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ആശങ്കയുണ്ടാകും.